ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതിയുടെ നന്മയും നൈർമല്യവും ആവോളം തൊട്ടറിഞ്ഞ് സമ്പൂർണ്ണ ആരോഗ്യത്തിനും സ്വാദിഷ്ടമായ വിഭവങ്ങൾക്കും നിറനാഴിയുടെ പ്രീമിയം ക്വാളിറ്റി ആട്ടാറവ മൈദ. നിറനാഴിയുടെ ഓരോ ഉൽപ്പന്നവും നിങ്ങൾക്കേകുന്നു മികവുറ്റ സ്വാദും അളവറ്റ സംതൃപ്തിയും. നിറനാഴി റോളർ ഫ്ലോർ മിൽ, ചങ്ങനാശ്ശേരി. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട്. ചിലർ അത് ശരിയായ സമയത്ത് അനുയോജ്യമായ സന്ദർഭത്തിൽ കണ്ടെത്തുന്നു. ശേഷം കർമ്മമൊരുക്കുന്ന കൽപ്പടവുകളിലൂടെ കാലിടറാതെ കയറുന്നു. ചിലർ അത് ജീവിതാന്ത്യം വരെ കണ്ടെത്തുകയില്ല. കഠിനപാതകളിൽ കിതച്ചു വീണും വഴിപിണഞ്ഞും അലഞ്ഞൊടുങ്ങുന്നു. വിധി വൈപരീത്യം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. ഇത് PGM നായർ കാരിക്കോട്. മുളക്കുളം കാരിക്കോട് പൂവത്തുങ്കൽ ഗോപിനാഥൻ നായരുടെയും പരേതയായ ചെല്ലമ്മയുടെയും മകൻ. ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം നടന്ന ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ജീവിത നിയോഗം തിരിച്ചറിയുകയായിരുന്നു. ദാരിദ്ര്യവും ജീവിതക്ലേശങ്ങൾ നിറഞ്ഞ ബാല്യകാലവും ഒരാളെ ഒരിക്കലും ഒരു മികച്ച വ്യക്തിയാക്കണമെന്നില്ല. സാമൂഹ്യബോധവും പ്രകൃതി സ്നേഹവും ആധ്യാത്മിക ചിന്തയും ഉണർത്താൻ അവയ്ക്ക് കഴിയണമെന്നുമില്ല. പക്ഷെ സ്വന്തം ജീവിതാവസ്ഥകളുടെ കാഠിന്യത്തിൽ നിന്നും ഇദ്ദേഹം പഠിച്ചത് അതൊക്കെയാണ്. പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിക്കുവാനും ഭാരതീയ പൈതൃകത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനും കഷ്ടതകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങൾ ഇദ്ദേഹത്തിന് കരുത്തു പകരുകയായിരുന്നു. TK മാധവനും തന്തപ്പെരിയൂർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരും മഹാത്മാഗാന്ധിയും മന്നത്ത് പത്മനാഭനുമെല്ലാം ഒരേ മനസ്സോടെ ഐത്തോച്ചാടനത്തിനായി മുറവിളി കൂട്ടിയ ഈ വൈക്കത്തിൻ്റെ മണ്ണിലാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രവും കുടികൊള്ളുന്നത്. സാമൂഹിക നവോത്ഥാനവും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും ഭക്തിയുമെല്ലാം ഈ മണ്ണിൽ വിത്തിട്ട് വളർത്തിയത് പൗരബോധമുള്ള ഒരു തലമുറയെയാണ്. PGM നായരും ആ പട്ടികയിൽ ഉൾപ്പെടും. ഇല്ലായ്മകൾക്കിടയിലും ഉന്നത ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഇദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസവും ഭക്തിയും പൊതുപ്രവർത്തനവും ഇന്ന് ഏറെ ലാഭമുള്ള വ്യവസായങ്ങളായി മാറ്റപ്പെടുമ്പോൾ ഇവയെ എങ്ങനെ ദരിദ്ര ജനതയ്ക്ക് ഉതകും വിധം പുതുക്കിപ്പണിയാം എന്ന ഉന്നതമായ ചിന്തയാണ് PGM നായരെ കർമ്മനിരതനാക്കുന്നത്. എൻ്റെ ഒരു വളരെ ചെറുപ്പം മുതൽ, അതായത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തോടൊരു പ്രതിപത്തി, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തൊട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ ഈ വനവൽക്കരണം പോലുള്ള പരിപാടികൾ വളരെ ശക്തമായ രീതിയിൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്തിരുന്ന കാലമാണ്. ഈ വികേന്ദ്രീകരണ തവാരണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനംവകുപ്പിൻ്റെ സാമൂഹ്യ വനവൽക്കരണ പരിപാടി. എൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പ് ഈ സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുമായിട്ട്, അത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് കാലഘട്ടത്തിലാണ്. അന്ന് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പൊതുരംഗത്തേക്ക് ആദ്യമായി വരുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ എൻ്റെ ജീവിത സാഹചര്യം വളരെയധികം ഒരു ക്ലേശകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചെറുപ്പകാലത്ത് വളർന്നു വരുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമൂഹത്തെ കാണുന്നു. അപ്പോൾ അവരൊക്കെയായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ശക്തമായ സാമൂഹ്യ പ്രവർത്തനവും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായും ഞാൻ പിന്മാറുകയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക പൊതു വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ആയിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ മാറ്റുകയാണ് ചെയ്തത്. സമൂഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കേവലം ഒരു വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് മനുഷ്യനായിട്ട് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുക. ഭാരതത്തിൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച് ഏതാണ്ട് 26,500 ദിവസം മാത്രമാണ് ഒരു ശരാശരി ഭാരതീയൻ്റെ ആയുസ്. അപ്പോൾ ആ 26,500 ദിവസത്തിൽ ഒരു 10,000-10,000 ദിവസങ്ങൾ ബാല്യവും വാർദ്ധക്യവും ഒക്കെ ആയി പോയാൽ പിന്നെ വരുന്ന ഒരു 10,000-16,000 ദിവസങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യന് സമൂഹത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രമാണ് ഭാരതം. എല്ലാ തരത്തിൽ നോക്കിയാലും ജൈവ വൈവിധ്യത്തിൻ്റെ ആണെങ്കിലും അതല്ല ഇതിൻ്റെ ആധ്യാത്മിക
ആയിട്ട് സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തിലുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തിൽ തന്നെ ഈശ്വരൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് നമുക്ക് ജന്മം കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയ ആളുകൾ എന്ന രീതിയിൽ നമ്മളുടെ ഓരോ സെക്കൻഡും ഏറ്റവും ഫലപ്രദമായി സമൂഹത്തിന് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലെ ഒരു ആഗ്രഹം. വളരെ ചെറുപ്പം മുതലുണ്ടായതാണത്. എൻ്റെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന വന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശ്രീ മഹാദേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു പബ്ലിക് സ്കൂളും വൈക്കത്ത് പ്രവർത്തിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പഞ്ചായത്തിലെ തെന്നിലാപുരം ഗ്രാമത്തിലാണ് കരുണ UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. മൂല്യബോധമുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്ത തലമുറ നാളത്തെ പുലരികളിൽ അരാഷ്ട്രീയരും സാമൂഹ്യ വിരുദ്ധരുമായി മാറും. അതുകൊണ്ട് തന്നെ ഭാരതീയ ദർശനങ്ങളിൽ അധിഷ്ഠിതമായ മൂല്യബോധം ഓരോ കുട്ടിയിലും ഉയരേണ്ടത് അനിവാര്യമാണ്. ആ ബോധം പകർന്നു നൽകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് സൊസൈറ്റി നടപ്പിലാക്കി വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ വ്യാപൃതമായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയെന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മളുടെ സാധാരണക്കാരനായ കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രവർത്തനം നടത്തി വരുന്നത്. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു മേഖലയാണത്. എങ്കിൽ കൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തും ഒരേപോലെ പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേകിച്ചും വൈക്കം കേന്ദ്രമായി ശ്രീ മഹാദേവ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി തന്നെ ആരംഭിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ വൈക്കത്ത് ഒരു ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു പബ്ലിക് സ്കൂള്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലുമായിട്ട് 1-2 എയ്ഡഡ് സ്കൂളുകൾ എല്ലാം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുജന സമൂഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള നമ്മുടേതായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഒരു വിപുലമായ അതിനുവേണ്ടി ഞങ്ങൾ മേന്മ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. മേന്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡൽ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ അവെയർനെസ് എന്നുള്ളതാണ് ഞങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ പല വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തിക്കുന്ന പലരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ നമുക്ക് സമൂഹത്തെ നന്നാക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയും വിദ്യാർത്ഥികളിലൂടെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അധ്യാപകരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. വിദ്യാർത്ഥികളെ ഏറ്റവും മെച്ചപ്പെട്ടവരായി കൊണ്ടുവരുന്നതിനാണ് സ്കൂളുകൾ ഞങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ആധ്യാത്മിക മേഖല, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഇന്ന് ഉള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും ആധ്യാത്മികവും സാംസ്കാരികവുമായുള്ള രംഗത്ത് നമ്മളുടെ യുവതലമുറ കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ ആളുകളെ ബോധവൽക്കരണത്തിലൂടെയും മറ്റും കൂടുതൽ ശക്തമായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, അതുപോലെ തന്നെ നമ്മളുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന, നമ്മളുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ആധ്യാത്മിക ചിന്തയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഭാരതീയ പൈതൃക പഠന കേന്ദ്രം പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു കാരണം. മറ്റൊന്ന് ട്രെയിനിങ് മേഖലയാണ്. ട്രെയിനിങ് മേഖല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിവാഹ കാലഘട്ടത്തിലേക്ക് എത്തുന്ന ആളുകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടെൻഷൻ, സ്ട്രെസ്സ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന്, അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഏറ്റവും ഫലപ്രദമായി വിജയിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക, അതിന് ആവശ്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം അവർക്ക് നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരിശീലന രംഗത്തും ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കാനുള്ളൊരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയെന്ന് പറയുന്നത് സ്വാശ്രയ സംഘങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ പോലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം സമൂഹത്തെ പൊതുവെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം ഒരു ആത്മസംതൃപ്തി നൽകുന്ന പ്രവർത്തനമാണ്. പ്രധാനമായും നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനപ്പുറത്തുള്ള ഒരു ആത്മസംതൃപ്തിയാണ് ഈ പ്രവർത്തികളിലൂടെയൊക്കെ നമുക്ക് കിട്ടുക. ആധുനിക സാങ്കേതിക വിദ്യകൾ രാജ്യ പുരോഗതിയുടെ അടിസ്ഥാന ശിലകളാണ്. വൈദേശികമായാലും തദ്ദേശീയമായാലും ജനനന്മയ്ക്കുതകുന്ന കണ്ടുപിടുത്തങ്ങളും അറിവുകളും നാം കുട്ടികൾക്ക് പകർന്നു നൽകണം.
ലോകം സൂപ്പർസോണിക് വിമാനങ്ങളിൽ കയറി കുതിക്കുമ്പോൾ കാളവണ്ടി യുഗത്തിൽ ഇഴയണം എന്ന അഭിപ്രായക്കാരനല്ല PGM നായർ. പൈതൃകങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകളെയും അറിവുകളെയും ഉൾക്കൊള്ളണം എന്ന സിദ്ധാന്തം ഇദ്ദേഹം നേതൃത്വം നൽകുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നല്ലൊരു അധ്യാപകനും പരിശീലകനുമായ PGM നായരുടെ സേവനം കേരളത്തിലെ ധാരാളം സ്കൂളുകൾ പ്രയോജനപ്പെടുത്തി വരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും മൗലികമായ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ച് നാം പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമ്പോഴും നമ്മളുടെ പൈതൃകത്തെയും നമ്മളുടെ തനതായ അസ്തിത്വത്തെയും ഒക്കെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ഒരു ഭാരതീയനായി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മളുടെ പൈതൃകത്തിലൂന്നിയുള്ള നമ്മുടെ സംസ്കൃതിയിലൂന്നിയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ശരിയായ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള വിദ്യാഭ്യാസം വേണം. പൗരാണികമായ കാലഘട്ടത്തേക്ക് പോകണം എന്നല്ല ഉദ്ദേശിച്ചത്. പൂർണ്ണമായും നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ മുഴുവൻ സർവ്വവിധ സാങ്കേതിക വിദ്യകളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ സംസ്കാരത്തിലും പൈതൃകത്തിലും ഊന്നിയുള്ള അതിൻ്റെ കണ്ടൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പം ഭാരതത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ അസ്തിത്വം എന്താണ്, ലോകത്ത് ഇത്രയധികം ലോക സമൂഹത്തിന് ഇത്രയധികം മേന്മയുള്ള സന്ദേശം നൽകിയിട്ടുള്ള ഇത്രയധികം ശക്തമായ അവബോധം നൽകിയിട്ടുള്ള മറ്റൊരു ദർശനം ലോകത്തില്ല. പക്ഷേ അതിനെക്കുറിച്ചുകൂടി പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം തന്നെയാണ് നമുക്ക് ആവശ്യം. ഡിജിറ്റൽ എല്ലാം ഉപയോഗിക്കണം. അപ്പോൾ ഇതുപോലുള്ള ഇന്ന് കണ്ടെത്തിയിട്ടുള്ള പല കാര്യങ്ങളും ഭാരതത്തിൻ്റെ വേദവേദാന്തങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും ഒരുപക്ഷെ യുഗാബ്ദങ്ങൾക്കും അപ്പുറത്ത് എഴുതിയിട്ടുള്ള ഭാരതത്തിൻ്റെ മുഴുവൻ ദർശനങ്ങളിലും ഇന്ന് കാണുന്ന മോഡേൺ സയൻസിലെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ഇൻഡയറക്റ്റായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നാം പറഞ്ഞാൽ ആ ദർശനങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് തീർച്ചയായും വേണ്ടത്. പക്ഷേ അതുകൊണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള, അതായത് മോഡേൺ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയും എന്നാൽ നമ്മുടെ അസ്തിത്വം എപ്പോഴും നമ്മളുടെ ദർശനങ്ങൾക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ പൈതൃകത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആധുനിക വിദ്യാഭ്യാസം എപ്പോഴും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് ലഭിക്കാറ്. ഇത് എത്രയൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചാലും പിന്നെയും പഴയ മട്ടിലേക്ക് മടങ്ങിപ്പോകും. അത്തരമൊരു സാമൂഹിക അവസ്ഥയിൽ വലിയ ഒരു മാറ്റത്തിനായി ശ്രമിക്കുകയാണ് PGM നായർ. സർക്കാർ ആനുകൂല്യം ലഭിക്കുന്ന എയ്ഡഡ് സ്കൂളുകളിൽ കഴിയുന്നത്ര പാവപ്പെട്ട കുട്ടികളെ എത്തിക്കുവാനും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനും ശ്രമിച്ചാൽ മാറുന്ന കാര്യമാണിതെന്ന് പലർക്കും അറിയാം. എന്നാൽ പ്രവൃത്തിയിൽ ഇതൊന്നും എത്താറില്ല. തൻ്റെ സ്കൂളിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു ഇദ്ദേഹം. അമിത ഫീസ് ഈടാക്കാതെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്നതും ഇന്ന് ഒരു വെല്ലുവിളിയാണ്. മാറ്റങ്ങൾ വരുത്തുവാൻ സ്വയം അധ്വാനിക്കുകയും സമൂഹം മാറി വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും സാമൂഹ്യ നന്മകൾ ചെയ്യുവാൻ കഴിയൂ എന്ന് കർമ്മബോധമുള്ള ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഗ്രാമീണ മേഖലയുടെ വളർച്ചയും ഉയർച്ചയുമാണ് ഈ രാഷ്ട്രത്തിൻ്റെ വളർച്ച ഉയർച്ചയെന്ന് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സിംഹഭാഗവും നടന്നു വരുന്നത് ഗ്രാമീണ മേഖലയിൽ ഊന്നിയാണ്. ആ ഗ്രാമീണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കകത്ത് കൂടുതൽ സജീവമാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ സംഘടന തന്നെ കോൺഫെഡറേഷൻ ഓഫ് NGOs ഇൻ റൂറൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുജന NGOസിൻ്റെ ബഹുജന പ്രസ്ഥാനമായ മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മോഹൻ ദാരിയ അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ ഞങ്ങൾ അതിനകത്ത് അംഗമാണ്. അതിൽ വളരെ സജീവമായിട്ട് ഞങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, പാവപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. യുവജനങ്ങളുടെ ഊർജവും കർമ്മശേഷിയും കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനു വേണ്ടത് പരിശീലനമാണ്. ഒരു നല്ല പരിശീലകൻ കൂടിയായ PGM നായർ അധ്യാപനത്തെ സമർപ്പണമായിട്ടാണ് കാണുന്നത്. അർപ്പണബോധം അധ്യാപകരിലും കുട്ടികളിൽ വ്യക്തിത്വ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിശീലനമാണ് ഇദ്ദേഹം നൽകുന്നത്. നാളത്തെ തലമുറയെ ചൈതന്യമുള്ളവരാക്കി മാറ്റുവാൻ, മനുഷ്യരായി ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാൻ പ്രാപ്തരാക്കുന്ന ചിന്തകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടത്.
സ്ത്രീകളുടെ സർവ്വതോമുഖമായ ഉന്നമനത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം സംഘടനകൾ ഇന്ന് സജീവമാണ്. സാർവത്രികമായി തീർന്നിട്ടുള്ള ഇത്തരം കൂട്ടായ്മകൾക്ക് ഏകീകൃത സ്വഭാവമില്ലാത്തത് പല നഷ്ടങ്ങളും വരുത്തുന്നു. സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 3000-ഓളം സ്വാശ്രയ സംഘങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും PGM നായരുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണമാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പരമമായ ലക്ഷ്യം. വിവിധ ട്രെയിനിങ്ങുകളിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്ന സ്ത്രീയാണ്. യുവാക്കളാണ് എന്നൊരു ഭാഗത്ത് പറയുമ്പോഴും സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം അദ്വിതീയമാണ്. ആ സ്ത്രീത്വത്തിന് അത്രമാത്രം പരമപവിത്രമായ ഒരു സ്ഥാനമാണ് നമ്മുടെ രാഷ്ട്രത്തിലുള്ളത്. അപ്പോൾ ആ സ്ത്രീകളെ ഏറ്റവും കർമ്മോജ്വലമാക്കി മാറ്റുന്നതിന് അവരുടെ സ്പെയർ ടൈം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഇതിൽ സ്വാശ്രയ സംഘങ്ങളും അതിലൂടെ പുതിയ പുതിയ ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സംവിധാനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ സ്വദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു രീതിയാണ് ചെയ്യുന്നത്. അതിന് പ്രധാനമായും ഞങ്ങൾ ഗാന്ധിയൻ സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് പോലുള്ള GCRD പോലുള്ള പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നുണ്ട്, സ്വദേശി പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വ്യാപകമായി ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആ മേഖലകളിലേക്ക് ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. ട്രെയിനിങ് വരുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിലെ ഒരു ജീവിത മാർഗം എന്ന രീതിയിലും ചിലരെല്ലാം ഒരു സൈഡ് ബിസിനസ് എന്ന രീതിയിലുമൊക്കെ ഈ അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് പൊതുവായി കുറേ ഗുണമുണ്ടാകുന്നു. 2-3 ഗുണമുണ്ട്. ഒന്നേ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആക്ടിവിറ്റി ആകുന്നു, അതിലൂടെ അവർക്കൊരു വരുമാനം ഉണ്ടാകുന്നു, ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത വളർത്താൻ കഴിയുന്നു. അതിനേക്കാൾ ഉപരി അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് എപ്പോഴും പ്രവർത്തിക്കണമെന്നുള്ള ഒരു സന്ദേശം എത്തിക്കാൻ കഴിയുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ട്രെയിനിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇച്ഛന്തി ദേവാഹ സുന്നന്തം ന സ്വപ്നായ സുക്രദൂഹു. ഇത് ഋഗ്വേദത്തിലെ ഒരു അനശ്വരമായ വാക്യമാണ്. അധ്വാനിക്കുന്നവനെ, പ്രവർത്തിക്കുന്നവനെ മാത്രം കാണാനേ ഈശ്വരന് ദൃഷ്ടിയുള്ളൂ, അല്ലാത്തവരെ കാണാൻ ഈശ്വരന് കണ്ണില്ല എന്നാണ് ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ത്രീകളായിരുന്നാലും കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും അവരുടെ സമയം പരമാവധി ഫലപ്രദമായി നല്ല കാര്യത്തിന് ഒരു പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. അതാണ് ഞങ്ങൾ ഈ സ്ത്രീകൾക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ട്രെയിനിങ്ങുകളിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾക്ക്, ഏതാണ്ട് 6000-ലേറെ ആളുകൾക്ക് ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിലും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള സ്വദേശി പുരസ്കാരം, റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ബഹുമുഖ പ്രതിഭാ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള PGM നായർ ആധ്യാത്മിക രംഗത്തും ശ്രദ്ധേയനാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം സ്വന്തം കർമ്മപഥത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കർത്തവ്യബോധമുള്ള സാമൂഹ്യ വ്യക്തിത്വമായി ഇദ്ദേഹത്തെ എപ്പോഴും മാറ്റി നിർത്തുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന സമസൃഷ്ടിബോധവും ജീവിത സംസ്കാരത്തിൻ്റെ ഉന്നത മൂല്യവും അകലങ്ങളിൽ നിന്ന് ആരാധനയോടെ നോക്കിക്കാണുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന മനസ്സാണ് ഈ സാമൂഹ്യ പ്രവർത്തകനുള്ളത്. തന്നിലെ ഉത്തരവാദിത്വ ബോധത്തെ എന്നും ഉയരങ്ങളിലേക്ക് നടത്തിക്കുവാൻ ഇദ്ദേഹം ആ മൊഴികളിൽ സ്വയം സമർപ്പിക്കുന്നു. ഈ പുരസ്കാരങ്ങൾ ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വളരെ ചെറുപ്പം മുതൽ നിരന്തരമായി പ്രവർത്തിക്കുക. ഇപ്പോൾ എന്താ പറയുക, ഗീതയിൽ പറയുന്നത് പോലെ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്ന് ഗീതോപദേശമാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച മറ്റൊരു ഋഷീശ്വരൻ, ഭാരതത്തിലെ ഏറ്റവും വലിയ ഋഷീശ്വരനായിട്ടുള്ള കർമ്മത്തെക്കുറിച്ച് ലോകത്തെ ഏറ്റവും അധികം പഠിപ്പിച്ച, ഓർമ്മപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ 180-ാം ജന്മവാർഷിക ഈ വർഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ശീലമാണ്. അതേതെങ്കിലും പുരസ്കാരങ്ങൾ കണ്ടിട്ടോ പുരസ്കാരങ്ങൾ വേണമെന്നോ ആഗ്രഹിച്ചിട്ടോ അല്ല. പക്ഷെ എങ്കിൽ കൂടി ഒരു പുരസ്കാരമോ ഒരു അംഗീകാരമോ പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒരു നല്ല വാക്കുകൾ, കാരണം പ്രത്യേകിച്ചും ന്യൂനതകളും തെറ്റുകളും മാത്രം കാണാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ലത് ചെയ്തു എന്ന് മറ്റൊരാൾ പറയുകയോ അതിനെ അവർ ഏതെങ്കിലും രീതി അംഗീകരിക്കുകയോ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകുന്നുണ്ട്. പല സാമൂഹ്യ സംഘടനകളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും പലതരത്തിലുള്ള അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചപ്പോഴൊക്കെ കൂടുതൽ ചെയ്യണം, കൂടുതൽ ഉത്തരവാദിത്വം നമുക്കുണ്ടാകുന്നു എന്നൊരു വിചാരം ഉള്ളിലുണ്ടാകുകയും ശരിക്കും ആത്മാർത്ഥമായൊരു സന്തോഷം നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ആ സന്തോഷത്തിനിടയിലും നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് ശരിക്കും ഇത് ലഭിക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ മറ്റുള്ള ആളുകളുമായി ചിന്തിച്ച് പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുവാനുമുള്ള
ശ്രമം നടത്തുന്നുണ്ട്. വിജയിക്കുക എന്നുള്ളതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയമാണ്. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ നമ്മളത് എങ്ങനെയാകണം അതിൻ്റെ ഫലം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതെല്ലാം ഈശ്വരൻ അതിൻ്റെ ഫലം അതിനേക്കാൾ നന്നായി നൽകും എന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. അചഞ്ചലമായ ഈശ്വരവിശ്വാസമാണ് PGM നായരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ നിറയുന്ന മറ്റൊരു ശക്തി. ആധ്യാത്മിക വേദികളിൽ സജീവ സാന്നിധ്യമാണ് ഈ ശബ്ദം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ മതപാഠശാലാധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംബോധന ചെയ്യുവാൻ കിട്ടിയ വേദി ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഇദ്ദേഹം കാണുന്നു. സ്വന്തം മാതാവിൻ്റെ ഓർമ്മകളെ ഉള്ളിൽ കെടാവിളക്കായി പേർന്ന ഇദ്ദേഹം ഭാര്യ മായയെയും മക്കളായ അതുലിനെയും ആദർശിനെയും സ്നേഹിക്കുന്ന ഗൃഹനാഥൻ കൂടിയാണ്. പിതാവ് ഗോപിനാഥൻ നായരുടെ സാന്നിധ്യവും ഈ വീടിന് അലങ്കാരമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്കൊരു മാർഗദർശിയും എൻ്റെ ശക്തിയുമൊക്കെ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ 1991 ഈ ലോകവാസം വെടിഞ്ഞു. വളരെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയുടെ ഒരു സ്നേഹവും അമ്മയുടെ ഒരു അധ്വാനവും ഒക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മ വളരെ കഠിനമായി അധ്വാനിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അമ്മയോടൊപ്പം ഒരുപാട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള പണികളും ചെയ്യാറുള്ള ഒരാളാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മയാണ് എനിക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ വേർപാടിന് ശേഷവും ഞാൻ ഇപ്പോഴും അമ്മയെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു അടിസ്ഥാനം, അതിൻ്റെ എല്ലാ ആധാരം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അമ്മ തന്നെയാണ്. പിന്നെ എന്നോടൊപ്പം എൻ്റെ അച്ഛനിപ്പം ഞങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ അച്ഛൻ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ശക്തി പകരുകയും എപ്പോഴും എനിക്കെപ്പോഴും ഇപ്പോൾ എൻ്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛനെ എനിക്ക് ഏറ്റവും വലിയൊരു മോറൽ സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കലവറയില്ലാതെ പിന്തുണ നൽകുകയും എൻ്റെ എല്ലാ മുന്നോട്ടുള്ള പോക്കിനും എപ്പോഴും പ്രാർത്ഥനയും അനുഗ്രഹവും നൽകുന്നത് എൻ്റെ അച്ഛനാണ്. ഒരു പകൽ നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുന്ന മകനെയും കാത്തുനിൽക്കുന്ന ഈ പിതാവിന് അഭിമാനമാണ് ഉള്ളുനിറയെ. സമയം വൈകി എത്തുന്ന മകൻ്റെ വിശാലമായ കർമ്മമേഖലകൾ കാണുവാൻ അമ്മയില്ലാത്തതിൻ്റെ ദുഃഖം മാത്രം. PGM നായർ യാത്ര തുടരുകയാണ്. ഇദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരാം.